ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയാണ്, ഒരു അവധി ദിവസം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിയോ ഉണ്ട്. ആ ഡിയോ നമ്മൾക്ക് തന്നെ ഒന്ന് സർവീസ് ചെയ്യാം. ഏകദേശം 77,207 കിലോമീറ്റർ നിലവിൽ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. അപ്പോൾ 3000 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ, ഓയിലൊക്കെ മാറ്റാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ സർവീസിന് കൊടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 2200 രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾക്കൊന്ന് സർവീസ് ചെയ്ത് നോക്കാം, എത്ര രൂപ വരുന്നുള്ളത് നമ്മൾക്ക് അറിയാലോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഒരു കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അഡീഷണൽ ഒരു നോയ്സ് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ബെൻഡെക്സ് കയറി പിടിക്കുന്ന ഒരു നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ചാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഒരു കംപ്ലൈൻറ്റ്, ഹെഡ്ലൈറ്റ് കത്തുന്നില്ല. പാസ് ലൈറ്റ് നമ്മൾ ഇടുന്ന സമയത്ത് ചില സമയങ്ങളിൽ കത്തുന്നില്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സ്വിച്ചും കൂടി കംപ്ലൈൻ്റ് ആണ്. എന്തായാലും സ്പെയർ പാർട്സ് നമ്മൾക്കൊന്ന് വാങ്ങിക്കാം. വാങ്ങിക്കാനായിട്ട് നമ്മൾ സ്പെയർ പാർട്സ് കടയിൽ പോയി. ഉച്ചവരെ ഈ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ നിലവിൽ. അപ്പോൾ നമ്മൾ കാസ്ട്രോളിൻ്റെ ഇഞ്ചൻ ഓയിൽ ഒന്ന് വാങ്ങിച്ചു, 2 സ്വിച്ച് വാങ്ങിച്ചു, പിന്നെ ഒരു സ്പാർക്ക് പ്ലഗും കൂടെ വാങ്ങിച്ചു. ഏകദേശം നമ്മൾക്ക് എമൗണ്ട് ആയിരിക്കുന്നത് 595 രൂപയാണ് നിലവിൽ ഈ ഒരു സ്പെയർ പാർട്സിനായിരിക്കുന്നത്. നേരെ പാർട്സ് വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ സർവീസ് എല്ലാം ചെയ്യണത്. അപ്പോൾ ഇതൊരു 17-ൻ്റെ ഒരു ഓയിൽ ഡ്രൈ നെട്ടാണ്. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് അഴിക്കാം. അഴിച്ച ശേഷം ഓയിൽ ഡ്രൈ ആക്കാം ഫസ്റ്റ്. അപ്പോൾ അത് അഴിച്ചു കേട്ടോ. അഴിച്ചു നോക്കുന്ന സമയത്ത് ഓയിൽ വലിയ കുഴപ്പം തോന്നുന്നില്ല. ഒരു 3000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ നോക്കുമ്പോൾ അത്ര വലിയ പ്രശ്നം തോന്നുന്നില്ല കേട്ടോ ഓയിൽ. അപ്പോൾ എന്തായാലും അത് ഫുള്ളായിട്ടൊന്ന് ഡ്രെയിൻ ആവട്ടെ. ഇതൊരു ഫില്ലർ ക്യാപ്പാണ്. അതിൽ ഓയിൽ കേജും കൂടെ വരുന്നുണ്ട്. രണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് അഴിക്കാം ഞങ്ങൾക്ക്. കാസ്ട്രോൾ 10W30 ആണ്. 800 ml ആണ് ഈ ഒരു ബോട്ടിലിൽ വരുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതിയാകും. അപ്പോൾ എന്തായാലും ഈ ഒരു ബോട്ടിലൊന്ന് നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. ഒരു 10 മിനിറ്റത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ആ ഇഞ്ചിൻ ഓയിൽ മുഴുവൻ ഡ്രെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രെയിനായിട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ടോർക്കൊന്നും നമുക്ക് അറിയില്ല. എന്നാലും ഏകദേശം ഒരു 17-ൻ്റെ ഒരു ഇത് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യാണ്. അത് ടൈറ്റ് ചെയ്തിട്ട് വൃത്തിയിട്ടൊന്ന് തുടയ്ക്കാം. ആ ഓയിൽ ഒഴിക്കുന്ന ആ ഒരു ഭാഗത്തും കുറച്ച് ഇഞ്ചിൻ ഓയിൽ പഴയതുണ്ട്, അതും ഒന്ന് തുടച്ചെടുക്കാം. ഓയിൽ എത്രത്തോളം ആയി എന്നുള്ളത് നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ്. എന്നാലാണ് ഓയിൽ കറക്റ്റായിട്ട് അറിയുള്ളൂ. ഫുള്ളായി ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ലൂസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓയിൽ അത്യാവശ്യം ആ ഒരു കേജിൻ്റെ കണക്കിന് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്കതൊന്ന് ടൈറ്റ് ചെയ്യാം. ഇനി നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യണ ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അത് നമ്മൾക്കൊന്ന് മാറ്റണം. അപ്പോൾ ഇതിൽ കുറേയധികം സ്ക്രൂസ് ഉണ്ട് കേട്ടോ. ഒരു ചുറ്റും ഇതിൻ്റെ ഒരു ഇതിൽ സ്ക്രൂ വരുന്നുണ്ട്. അതിന് മുന്നായിട്ട് ഈ 2 സൈഡ് മിററും നമ്മൾ കഴിച്ച് മാറ്റണം. അത് നമ്മൾ കഴിച്ച് മാറ്റി അതിനുശേഷം ഈ ഒരു സ്ക്രൂ ഉണ്ടോ, ആ സ്ക്രൂ റൗണ്ടിലുണ്ട്. അപ്പോൾ എല്ലാ സ്ക്രൂവും നമ്മൾക്കൊന്ന് അഴിക്കാം ആദ്യമായിട്ട്. അപ്പോൾ ഈ മാസ്കിൻ്റെ സ്ക്രൂ എല്ലാം നമ്മൾ അഴിച്ചു കേട്ടോ. അഴിച്ച ശേഷം ഈ ഒരു മാസ്ക് ഒന്ന് മാറ്റി വയ്ക്കാം. മാറ്റി കഴിയുമ്പോൾ നമുക്ക് കാണാം വീണ്ടും ഈ ഭാഗത്ത് ഒരു 2-3 സ്ക്രൂ കൂടെ ഉണ്ട്. അതും കൂടി അഴിക്കണം. നമ്മൾ ആ സ്ക്രൂ എല്ലാം അഴിച്ച ശേഷം നോക്കുമ്പോൾ അതിലൊരു ബൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഡസ്റ്റ് ബൂട്ടാണ്. അതിൽ വെള്ളമൊന്നും കയറാതിരിക്കാനും ഡസ്റ്റുകളൊന്നും കയറാതിരിക്കാൻ പാകത്തിനുള്ളൊരു ബൂട്ടാണ് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് പതുക്കെ ഒരു ലോക്ക് ഉണ്ട് ആ ഒരു സ്വിച്ചിൽ. ആ 2 ലോക്ക് ആ പഴയ സ്വിച്ച് അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് പുതിയതൊന്ന് സെറ്റ് ചെയ്യാം.
അപ്പോൾ ആ ഒരു കപ്ലർ കൊടുത്തിട്ട് നമുക്ക് ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ചെറിയൊരു രണ്ട് ഭാഗത്തൊന്ന് നെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോക്കൽ കിടന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിന് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്തൊരു സ്വിച്ച് മാറ്റണം. ഈ പാസിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു സ്വിച്ചാണത്. അപ്പോൾ അതും ഇതേപോലെ ഒരു ബൂട്ട് മാറ്റണം. മാറ്റിയ ശേഷം അതും ആ ഒരു കപ്ലർ ഊരിയിട്ട് ഇതും അതേ കണക്കിന് സെറ്റ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഓൺ ചെയ്തിട്ട് നമ്മൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ഈ കംപ്ലൈൻറ്റ് റെഡിയായോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റ് ഇട്ട് നമ്മളൊന്ന് നോക്കാം. ഫസ്റ്റ് ഹെഡ്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. പാസും ബ്രൈറ്റും അടിക്കുന്ന സമയത്ത് അത് ഓക്കെയാണ്. സ്റ്റാർട്ടിങ് ട്രബിളും നിന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു ബെൻഡെക്സ് കയറി പിടിക്കുന്ന ആ ഒരു സൗണ്ടും നിലവിൽ നിന്നു. അപ്പോൾ ആ രണ്ട് വർക്കും റെഡി ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾക്കത് സെറ്റ് ചെയ്യാം, എൻ്റെ മാസ്ക് എല്ലാം സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇനി സ്പാർക്ക് പ്ലഗാണ് നമ്മൾക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ചധികം 10ൻ്റെ ബോൾട്ട് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ചധികം സ്ക്രൂകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വൃത്തിയായി നോക്കിയിട്ട് അതും കൂടി നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മളതെല്ലാം ലൂസ് ചെയ്ത് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സീറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഫസ്റ്റ് സീറ്റ് അഴിച്ച് മാറ്റി നോക്കുന്ന സമയത്ത് എൻ്റെ വാൽക്കർ പാക്ക് കൂടെ ചെറുതായിട്ട് ഓയിൽ ലീക്കുണ്ട്. എന്തായാലും അത് വലിയ കാര്യമില്ല, നമുക്കതൊന്ന് വാഷിങ് കൊടുത്തിട്ട് നമുക്കതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് സ്പാർക്ക് പ്ലഗിൻ്റെ ആ ഒരു കോഡ് വയർ പോകുന്നത്. ഈ ഒരു സ്പാൻഡർ വെച്ചിട്ട് നമുക്കതൊന്ന് അഴിച്ചെടുക്കാം. അഴിച്ച് മാറ്റിയിട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. എന്നാലും നമ്മളൊരു 15,000 കിലോമീറ്റർ നിലവിൽ ഓടി, അതുകൊണ്ടാണ് അത് മാറ്റണത്. അപ്പോൾ മൈലേജ് നമ്മൾക്ക് അതിനനുസരിച്ച് കിട്ടും. അപ്പോൾ അതും കൂടെ മാറ്റി റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ വാഹനം ഒന്ന് നമ്മൾക്കൊന്ന് വാഷിങ്ങിനും കൊടുക്കാം. നമ്മുടെ ഇവിടെ വാഷ് ചെയ്ത് ക്ലിയർ ആവില്ല, അത് അത്രയധികം ചെളിയുണ്ട്. അപ്പോൾ അതിൽ ഉള്ളിലൊക്കെ അടിച്ചു കഴിഞ്ഞാലേ അത് വൃത്തിയായിട്ട് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് കൊടുത്ത് വാഷ് ചെയ്യണം കേട്ടോ. നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് നമ്മൾക്ക് വാഹനം കൊടുക്കാം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിലാണ് കേട്ടോ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവൻ അത്യാവശ്യം വർക്കുകൾ ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ ഈ ഒരു നമ്പർ പ്ലേറ്റും കൂടി മാറ്റും. അത് നായ കടിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറേ കാലം ഇതങ്ങനെ കിടക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ സർവീസ് ചെയ്ത സ്ഥിതിക്ക് നമ്പർ പ്ലേറ്റും കൂടി ഒന്ന് മാറ്റാം. അപ്പോൾ ബോക്സ് ടൈപ്പാണ് നമ്മളെ നമ്പർ പ്ലേറ്റ്. ഒന്ന് ഇനി ഇതിലെല്ലാം നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം, എന്നാലും അതൊരു സ്മൂത്ത് ആവുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ 2 ഹാൻഡിൽ ലൂബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ ബ്രേക്കിൻ്റെ ആ ഒരു കേബിളുണ്ട്, അതിൽ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്തു. അതേപോലെ ബാക്കിലും നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലൊക്കെ നമ്മൾ ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് ബ്രേക്ക് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടു. അപ്പോൾ ഫ്രണ്ട് വീലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വീല് ഇത്തിരി ടൈറ്റാണ് കേട്ടോ. കണ്ടോ, ബ്രേക്ക് ചെയ്തിട്ട് തിരിക്കുന്ന സമയത്ത് വീല് തിരിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ ആ ഒരു ആമോ അല്ലെങ്കിൽ കേബിളോ ഏതോ ഒന്ന് ടൈറ്റാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ആം ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ 2 തട്ട് കെട്ടിയിട്ടൊന്ന് ലൂബ്രിക്കേറ്റും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവേണ്ടതാണ്. അപ്പോൾ നോക്കുമ്പോൾ അത് റെഡി ആയിട്ടില്ല. അപ്പോൾ അത് കേബിളാണ് ഒരു ടൈറ്റ് വരാൻ സാധ്യത ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ വെച്ചൊരു കേബിള് നമ്മൾ എടുത്ത ശേഷം അതും കൂടി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ടൈറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇതാണ് നമ്മുടെ ബൈക്കിൽ ഉണ്ടായിരുന്ന പഴയ കേബിള്. ഇത് മാറ്റി നമ്മൾ ഈ വീല് തിരിക്കുകയാണ്. തിരിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈറ്റ് പോയിട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് ഓട്ടിച്ച് നോക്കാം കേട്ടോ, എത്രത്തോളം വ്യത്യാസം ഉണ്ടോ നമ്മൾക്കറിയാം. ഓടിക്കുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടുണ്ടോ എഞ്ചിനും. അതേപോലെ ബൈക്കിൽ ഓടുന്ന സമയത്ത് നല്ല പുള്ളിങ് ഉണ്ട് കേട്ടോ വാഹനം. അപ്പോൾ ആ ഒരു കേബിളിൻ്റെ ടൈറ്റ് കൊണ്ടായിരിക്കും വണ്ടി പുള്ളിങ് 3 കമ്മി ഉണ്ടായിരുന്നു മുമ്പ്, എനിക്ക് അനുഭവപ്പെട്ടതാണത്.
അപ്പോൾ എന്തായാലും ഇപ്പോൾ വർക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട്. ഈ സർവീസ് നമുക്ക് ചെയ്യാനായിട്ട് ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത് നമുക്ക് 990 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെയർ പാർട്സ് നമുക്ക് ക്ലച്ച് കേബിൾ അടക്കം സ്പെയർ പാർട്സിന് വന്നിരിക്കുന്ന ഒരു ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 795 രൂപയാണ് നിലവിൽ സ്പെയർ പാർട്സിൻ്റെ വന്നിരിക്കുന്നത്. വാഷിന് ഒരു 120 രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പുറത്ത് ചെയ്തത് കൊണ്ടാണത്. പിന്നെ നമുക്ക് ആക്സറീസ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന നമ്പർ പ്ലേറ്റ് ആണ്, അതിനൊരു 200 രൂപയും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് 1190 രൂപയാണ് നിലവിൽ ഇതുവരെ ചിലവായിരിക്കുന്നത്. ഇതൊരു ഷോപ്പിൽ കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഷോറൂമിൽ കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2300 രൂപയെങ്കിലും നിലവിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ എനിക്ക് അനുഭവമാണ്. നമ്മളിതിന് മുന്നേ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നത് വർക്ക്ഷോപ്പുകളിലാണ് ചെയ്യണത്. ഞായറാഴ്ച ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ നമ്മുടെ വാഹനം നമ്മൾ തന്നെ സർവീസ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1100 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി നമ്മൾക്ക് ഇനിയും കാണാം. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.